ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവും അർച്ചനയും കൂടി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. ചിന്നു അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് അമ്മയോട് ഒരു വിശേഷം പറയാനുണ്ടെന്ന്. അർച്ചന അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന്. എന്താ വല്ല സസ്പെൻസ് ആണോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആ ഒരു ചിന്ന സർപ്രൈസ് ആണെന്ന് പറയാണ്. അതിനുശേഷം ചിന്നു അങ്ങനെ ഉമ്മറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. അർച്ചന വന്ന് എന്താണ് ആ സസ്പെൻസ് എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, JK അങ്കിളിന്റെ ഒരു ആരാധിക വിളിച്ചിരുന്നു. ഗോപിക എന്നാണ് ആ കുട്ടിയുടെ പേര്. അങ്കിളിന്റെ ഒരു കട്ട ആരാധികയാണെന്നും അങ്കിളിന് നോവലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ ആ കുട്ടി അങ്കിളിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ JK മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും. ഇതങ്ങനെ ഫുഡ് ഓർഡർ ചെയ്താൽ കിട്ടുന്നത് പോലെയല്ലല്ലോ, എഴുത്തു പരിപാടിയല്ലേ, അതിന് നല്ല സമയവും സൗകര്യവും വേണം എന്നെല്ലാം അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്നാൽ JK അങ്കിൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, അധികം വൈകാതെ തന്നെ നോവൽ എഴുതി തീർക്കാമെന്ന്. അങ്കിള് ഗോപിയയ്ക്ക് വാക്കു കൊടുത്തു. ആ കുട്ടിയെ JK അങ്കിളിന് നേരത്തെ അറിയുന്നില്ല, പക്ഷെ എനിക്കും അമ്മയ്ക്കും ഇപ്പൊ അറിയാം. സത്യം എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ, എന്റെ കൂട്ടുകാരി ആദിത്യയുടെ ഫോണ് വാങ്ങി ഞാനാണ് ഗോപിക എന്ന പേരിൽ JK അങ്കിളിനെ വിളിച്ച് സംസാരിച്ചത്. അങ്കിളിനെ എനിക്കൊന്ന് ഇംപ്രസ് ചെയ്യിക്കണമെന്ന് തോന്നി. നമ്മൾ പരിചയമുള്ളവർ വിളിച്ചാൽ അങ്കിളിന് ചിലപ്പോ അത് ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്നു എന്റെ ഈ കോള് JK അങ്കിളിന് ഒരു പ്രചോദനമായി എന്നങ്ങനെ ചിന്നു വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷേ അതിനൊരു മറുവശവും കൂടിയുണ്ട്. ഒരാളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് നിയമപ്രകാരം ശരിയല്ലെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അയ്യോ അമ്മ ഇനിയൊന്നും പറയണ്ട, ഇപ്പൊ തന്നെ അങ്കിളിനെ വിളിച്ച് ഗോപിക ആരാണെന്ന് ഞാൻ പറഞ്ഞാ പോരെ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് വേണ്ട, എന്തായാലും JKയുടെ എഴുത്ത് നടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അർച്ചനയും ചിന്നുവും കൂടി JKയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്നത്. മഞ്ജു എന്നിട്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, JKയെ കുറിച്ചാണല്ലോ സംസാരം, ഇതെന്തായാലും മധുബാലയെ അറിയിക്കണം, ഒരു വെടിക്കെട്ടിനുള്ള സമയമായിട്ടുണ്ടെന്ന് മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. JK ആണെങ്കിൽ ആരാധകയുടെ കോള് വന്നതിന് ശേഷം ഇപ്പൊ ഫുൾ ടൈം എഴുത്തുപണിയിലാണ്. അങ്ങനെ റൂമിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സുമിത്ര ടീച്ചർക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. JK അങ്ങനെ ഒറ്റയിരിപ്പിൽ ഇരുന്ന് എഴുതുന്നത് കണ്ട് ടീച്ചർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, മോനെ ഞാൻ നിനക്കൊരു ചുക്ക് കാപ്പിയോ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ എന്നങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും എഴുത്തിലായതുകൊണ്ട് JK അതൊന്നും കേൾക്കുന്നില്ല. മനസ്സ് മുഴുവൻ എഴുത്തിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ്. സുമിത്ര ടീച്ചർ അപ്പൊ സ്വയം പറയുന്നുണ്ട്, കാര്യം കേൾക്കാൻ ഈ ലോകത്തൊന്നുമല്ലല്ലോ എന്നും പറഞ്ഞ് സുമിത്ര ടീച്ചർ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ഫോൺ എടുത്ത് അർച്ചനയെ വിളിക്കുന്നുണ്ട്. അർച്ചനെ നീ കിടന്നോ അതോ എന്തെങ്കിലും തിരക്കിലാണോ എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഇല്ല ടീച്ചർ പറഞ്ഞോളൂ, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. സുമിത്ര ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു, അത് ഞാൻ മോളോട് പറഞ്ഞതുമാണ്. ഇപ്പൊ അതിനൊരു ആശ്വാസമായി. എന്റെ മോൻ വീണ്ടും എഴുതി തുടങ്ങി, എന്റെ മനസ്സ് മാറി, അവൻ വീണ്ടും എഴുതാൻ തുടങ്ങിയത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെയും മോളുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയതെന്ന് സുമിത്ര ടീച്ചർ അങ്ങനെ പറയുമ്പോൾ അർച്ചന മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും സുമിത്ര ടീച്ചറോട് ചിന്നുവാണ് ഗോപിക എന്ന പേരിൽ വിളിച്ചത് ഇപ്പൊ പറയണ്ട, അത് പറഞ്ഞാൽ എന്തായാലും JKയോട് ടീച്ചർ പറയും, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. ടീച്ചർ വീണ്ടും അർച്ചനയോട് പറയുന്നുണ്ട്, എഴുത്തിലേക്ക് അവൻ സജീവമായി കയറി തുടങ്ങി, അവൻ മുന്നോട്ട് പോയിക്കോളും, ഇനി അവൻ നേരായിക്കോളും, ഇപ്പൊ സന്തോഷായി മോളെ, മനസ്സിൽ നന്മയും സ്നേഹമുള്ളവർ അകലെ നിന്ന് പ്രാർത്ഥിച്ചാലും അതിന് ബലമുണ്ടാവും അങ്ങനെ സുമിത്ര ടീച്ചർ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അർച്ചനയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം ടീച്ചർ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അർച്ചനയാണെങ്കിൽ അപ്പൊ തന്നെ ആ സന്തോഷ വിവരം ചിന്നുവിനെ അറിയിക്കാനായി പോവുകയാണ്. ചിന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ചിന്നു നിന്റെ ഗോപിയുടെ ഫോൺ കോൾ കൊണ്ട് എന്തായാലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, വീണ്ടും JK എഴുതി തുടങ്ങി, പിന്നെ ടീച്ചർ വിളിച്ചിരുന്നു, നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞു. ടീച്ചർ ഇപ്പൊ വലിയ സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ ചിന്നു ആരും കാണാതെ ചോദിക്കുന്നുണ്ട്, അമ്മേ ഇതിന് പിന്നിലുള്ള രഹസ്യം ടീച്ചറോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഏയ് ഞാൻ പറഞ്ഞില്ല എന്നങ്ങനെ പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, പരിചയമില്ലാത്ത ഒരു കുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ JK അങ്കിളിന് ഇൻസ്പിറേഷൻ ആയില്ലേ, അമ്മ ഒരു ആരാധികയല്ലേ, അമ്മ അത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വേഗത്തിൽ JK അങ്കിൾ ഇപ്പോൾ എഴുതി തുടങ്ങുമായിരുന്നു. അതുമാത്രമല്ല അമ്മ JK അങ്കിളുടെ നല്ലൊരു സുഹൃത്തും കൂടിയല്ലേ, അമ്മയ്ക്കൊന്ന് JK അങ്കിളിനോട് പറയാമായിരുന്നു എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മതി പറഞ്ഞത്, ഇനി ആ റൂട്ടിലേക്ക് നിന്റെ സംസാരമൊന്നും പോവണ്ട, നീ ഇപ്പൊ വന്ന് പഠിക്കാനുള്ളത് നോക്ക്, എന്റെ റൂമിൽ തന്നെ ഇരുന്ന് പഠിച്ചാൽ മതി, ഇടയായി നീ നല്ലോണം ഉഴപ്പുന്നുണ്ടെന്ന് പറഞ്ഞ് അർച്ചനയും ചിന്നും കൂടി റൂമിലേക്ക് കയറി വാതിലടക്കിയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കു പതുങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. രുക്കു അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്.
വരുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങനെ നോക്കിക്കൊണ്ട് ആകെ ചമ്മി അങ്ങനെ നിൽക്കുകയാണ്. മഞ്ജുവിനെ കാണുന്നതും രുക്കു പറയുന്നുണ്ട്, ഞാൻ വെറുതെ ചുമ്മാ വന്നതാണെന്ന് പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ഞാനും വെറുതെ വന്നതാണെന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ പോവുകയാണ്. അതിനുശേഷം ജയ്ക്ക് അങ്ങനെ എഴുത്തു തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കാപ്പിയുമായി സുമിത്ര ടീച്ചർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ജയ്ക്ക് കാപ്പി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുടിക്കേ, ഇനി കാപ്പി കുടിച്ചിട്ട് ബാക്കി എഴുതിയാൽ മതി എന്ന് പറയുകയാണ്. ജയ്ക്ക് അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് ടീച്ചറോട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞൊരു കടലില്ലേ, ആ കടലിൽ നിന്ന് ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി. ഇപ്പൊ മനസ്സ് ശാന്തമാണ്. ഞാൻ വീണ്ടും ഇപ്പോ എഴുതി തുടങ്ങി. എന്റെ കൂടെയുള്ള അക്ഷരങ്ങൾ ഇപ്പോ എന്റെ കൂടെ തന്നെ ഒഴുകിയെത്തുന്നുണ്ടെന്ന് ജയ്ക്ക് അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ ഇത് കേട്ടു ടീച്ചർക്കും സന്തോഷാവുകയാണ്. അമ്മയ്ക്ക് സന്തോഷായി മോനെ, ഇതെല്ലാം ഞാൻ ഒരാളെ വിളിച്ച് പറയുകയും ചെയ്തു, അർച്ചനയെ. നീ നോവൽ എഴുത്തിൽ സജീവമായി എന്നറിഞ്ഞപ്പോൾ അർച്ചനയ്ക്കും സന്തോഷായി. നമ്മുടെ നല്ല വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരെ അത് അറിയിക്കുക തന്നെ വേണം മോനെ. അർച്ചനയും മോളും ശരിക്കും നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷായി. അവളുടെ മനസ്സ് നല്ല മനസ്സാണ്. ഇതുപോലെ ഒരു മകളെയോ മരുമകളെയോ ആണ് എനിക്കും കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കൊരു മരുമകൾ വന്നിട്ട് എന്തായി എന്നങ്ങനെ ടീച്ചർ പറയുമ്പോൾ ജെ.കെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പൊ എന്റെ മൂഡ് കളയാൻ ആഗ്രഹമുണ്ടോ എന്ന്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, അയ്യോ മോനെ, അമ്മ മറന്നു, ഇനി ഞാൻ അവളുടെ കാര്യം മിണ്ടത്തില്ല, എന്തായാലും എഴുത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ടീച്ചർ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ അച്ചുവിന്റെ ഫോണിലേക്ക് അന്നത്തെ ദിവസം രക്ഷിച്ച ശില്പ എന്ന പെൺകുട്ടി വിളിക്കുകയാണ്. അച്ചു ഫോൺ എടുത്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ശില്പ, ഇന്ന് സാറാണ് പകൽ എന്നെ രക്ഷിച്ചത്. എന്നങ്ങനെ പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പൊ വിളിച്ചതെന്ന്. ആ കുട്ടിയപ്പോ പറയുന്നുണ്ട്, ഞാൻ സാറിനോട് വീണ്ടും ഒരു നന്ദി പറയാനാണ് വിളിച്ചത്. സാർ ഇന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ തന്നെ ആപത്തിലായേനെ. ഇന്ന് സാറ് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ സാറിനെ വിളിക്കും, സാറിനെ രക്ഷിക്കണം എന്നെല്ലാം കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അങ്ങനെ അച്ചുവിനോട് സംസാരിക്കുകയാണ്. അച്ചുവിന് ഇതൊന്നും കേട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അച്ചു ശരിയെന്ന് മാത്രം പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രുക്കു വരികയാണ്. രുക്കു എന്നിട്ട് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഫോണിലെന്ന്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഒരു പരാതിക്കാരനാണ് ഫോണിൽ വിളിച്ചതെന്ന്. രുക്കു അപ്പൊ പരാതിക്കാരനാണോ അതോ കാര്യാണോ എന്ന് ചോദിക്കുകയാണ്. അച്ചു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. രുക്കുവിനാണെങ്കിൽ ആകപ്പാടെ ഒരു പന്തികേട് തോന്നുകയാണ്. പിന്നീട് വിജയശങ്കർ ആണെങ്കിൽ രാത്രിയിൽ ഒരു കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഒരു ചുവന്ന സാരിയെല്ലാം ഉടുത്ത് പൂജാമുറിയിലേക്ക് വന്ന് അവിടെയുള്ള ഒരു സിന്ദൂരെടുത്ത് നെറ്റിയിൽ തൊട്ട് മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരി വരികയാണ്. ആരി എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇന്ന് വ്രതാണെന്ന് പറഞ്ഞു, വ്രതം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇന്ന് രാത്രിയോടെ ആ വ്രതം പൂർത്തിയാവുമെന്ന് പറയാണ്. ചന്ദ്രയുടെ വേഷവും പൊട്ടുവെച്ചതെല്ലാം കണ്ട് ആര്യാണെങ്കിൽ ഒരു നിമിഷം പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്ര എന്നിട്ട് വീണ്ടും ആര്യോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട വ്രതമാണ്, ഇതിനു വേണ്ടിയുള്ള പൂജയും ഉണ്ടെന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഓ അർച്ചന ആന്റിക്കുള്ള പൂജയായിരിക്കുമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രയ്ക്ക് അപ്പൊ ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആണെങ്കിൽ നിനക്കെന്താ എന്നങ്ങനെ ചോദിക്കുകയാണ്. പിന്നീട് രാത്രിയിൽ അർച്ചനയും ചിന്നുവും കൂടി ഉറങ്ങാനായി കിടക്കുകയാണ്. ചിന്നു അപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ അമ്മയോട് ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, സംശയം ചോദിക്കേ, ഇതിനുള്ള ഉത്തരം അറിയാമെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, അച്ഛനെ കുറിച്ച് എന്താണ് അമ്മയുടെ അഭിപ്രായം എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചനയ്ക്ക് അതൊട്ട് ഇഷ്ടാവുന്നില്ല. ഇതാണോ നിന്റെ സംശയം? ജയശങ്കർ നിന്റെ അച്ഛനായിരിക്കും, പക്ഷെ അയാളിപ്പോ എന്റെ ആരുമല്ല. ഞാൻ ഓൾറെഡി അയാളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം നിനക്കറിയാം. പിന്നെന്താണ് നിനക്ക് അയാളെ കുറിച്ച് പുതിയൊരു സംശയം? പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഇപ്പൊ അയാൾ, അയാളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അച്ഛനിപ്പോ അമ്മയുടെ ഹസ്ബൻഡ് അല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അത് സത്യമാണ്, പക്ഷെ എന്റെ അച്ഛനാണല്ലോ, എന്നെ പ്രസവിച്ചത് അമ്മയാണല്ലോ. അപ്പോ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു കണ്ണി അറ്റുപോയിട്ടില്ല, ഒരിക്കലും അറ്റുപോവുകയുമില്ല എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ചിന്നുവിന് ഇപ്പൊ എന്താണ് വേണ്ടതെന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി, എപ്പോഴെങ്കിലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് അച്ഛൻ വന്നിരുന്നെങ്കിൽ അമ്മ സ്വീകരിക്കുമായിരുന്നോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾ കഥയിലും മറ്റും ആവാം, ജീവിതത്തിൽ സത്യത്തിനാണ് മുൻതൂക്കം കൂടുതലെന്ന് അർച്ചന അങ്ങനെ പറയാണ്. പിന്നീട് തിരിഞ്ഞു കിടന്നുകൊണ്ട് അർച്ചന അങ്ങനെ താൻ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെയും തന്റെ അനിയന്മാരെയും വിജയശങ്കർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അങ്ങനെ ഓർക്കുകയാണ്. അർച്ചന എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചതിനാണ് നിന്റെ അച്ഛൻ നിന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇറക്കി വിട്ടത്. അപ്പൊ പിന്നെ കൂടപ്പിറപ്പുകളെ അനാഥമാക്കിയിട്ട് ഒരു ദാമ്പത്യ ജീവിതം വേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മയുടെ അന്നത്തെ നിലപാടിനോട് ഞാൻ
100% യോജിക്കുന്നു. അമ്മ ചെയ്തത് തന്നെയാണ് ശരി. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. അമ്മ മക്കളെ പോലെ വളർത്തിയ ആ 3 കൂടപ്പിറപ്പുകൾക്കും ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതമുണ്ടായി. പക്ഷേ അമ്മയ്ക്കോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ, ഒന്നും പറയാനാവാതെ അങ്ങനെ കിടക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.